الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് മഴയെന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അതിൻ്റെ വിവരണങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അങ്ങനെ ഭൂമിയിൽ വെള്ളമില്ലാതെ സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമെല്ലാം പ്രയാസമനുഭവിച്ച് ഭൂമി വരണ്ടുണങ്ങി അവസ്ഥയിൽ നിന്ന് ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, മരിച്ച ഭൂമിയെ അത് മുഖേന അള്ളാഹു ജീവിപ്പിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്, ആയത്തുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ധാരാളം മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം. പ്രധാനപ്പെട്ട ആയത്ത്, മരണത്തോടെ മനുഷ്യരുടെ ജീവിതം അവസാനിക്കുന്നില്ല, വീണ്ടും മരിച്ച് ശരീരം ദ്രവിച്ച് എല്ലുകൾ നുരുമ്പിപ്പോയാലും അവരെ വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതിലേക്കുള്ള ഒരു ദൃഷ്ടാന്തം ഇതിലുണ്ട് എന്ന് ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആകാശത്ത് നിന്ന് വർഷിക്കുന്ന വെള്ളം അത് മുബാറക്കാണ്, ബറക്കത്തുടയതാണ്, അനുഗ്രഹീതമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ ബറക്കത്തുള്ള വെള്ളം ആകാശത്ത് നിന്ന് നാം വർഷിക്കുന്നു, ഇറക്കുന്നു. ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്, അത് മുഖേന സസ്യലതാദികൾ, തോട്ടങ്ങൾ നാം മുളപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും അത് മുഖേന അള്ളാഹു മുളപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അനുഗ്രഹീതമായ ജലമാണ്. ബർക്കത്തുടയത് എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ ഉള്ളത് എന്നാണ്. ഏത് കാര്യത്തിലും നിലനിൽക്കുന്ന, അവശേഷിക്കുന്ന ധാരാളം നന്മ ലഭിക്കുന്നതിനാണ് ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന വെള്ളം, അതിൽ ബർക്കത്തുണ്ട്. അത് മുഖേന ധാരാളം നന്മകൾ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന് ലഭിക്കുന്നുണ്ട്. ജീവജാലങ്ങൾക്കും മറ്റുമായി ധാരാളം നന്മകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന്
അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു നിഅമത്ത് നൽകിയാൽ, അനുഗ്രഹം നൽകിയാൽ അതിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്, നന്ദി ചെയ്യേണ്ടതുണ്ട്. നന്ദി ചെയ്താൽ അള്ളാഹു കൂടുതൽ നന്മകൾ തരും. അതല്ല നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ശിക്ഷയായിരിക്കും ഉണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം വർധനവുണ്ടാക്കും, നിഅമത്തുകളിൽ ആധിക്യം നൽകും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അതല്ല നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഴ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ചില മര്യാദകളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്, ചില കർമ്മങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഴ വർഷിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഉപകാരപ്രദമായ മഴയെ നീ ഞങ്ങൾക്ക് നൽകണമേ. മഴ കൊണ്ട് ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മഴ മുഖേന ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് ഈ മഴ നന്മകൾ നൽകുന്നതായിരിക്കണം, ഉപകാരപ്രദമായിരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, വളരെ ചെറിയ പ്രാർത്ഥനയാണ്, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇത് നമ്മുടെ മക്കളെ അടക്കം നമ്മൾ പഠിപ്പിക്കണം. മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ്, മഴ വർഷിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മഴ വർഷിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പറയാൻ പഠിപ്പിച്ചത് മുസിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, ഞങ്ങൾക്ക് മഴ ലഭിച്ചത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അവന്റെ കാരുണ്യം മുഖേനയാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്നാണ് ഒരാൾ പറയേണ്ടത്. ഒരിക്കൽ സ്വഹാബികൾ പറയുന്നത് കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ വെച്ച് സുബ്ഹ് നമസ്കരിച്ചു. അലാ ഇസിരി സമാഇൻ കാനത്ത് മിനൽ ലൈൽ, ആ രാത്രിയിൽ നല്ല മഴ വർഷിച്ചിരുന്നു. അങ്ങനെ മഴ വർഷിച്ച ഒരു രാത്രി പുലർന്നപ്പോൾ ഞങ്ങളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരം നിർവഹിച്ചു. അങ്ങനെ ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് നബി ചോദിച്ചു, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, ഈ പ്രഭാതത്തിൽ ചില ആളുകൾ എന്നിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നു, വേറെ ചിലർ നിഷേധികളായി മാറിയിരിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഫഅമ്മാ മൻ ഖാൽ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്, ആരാണോ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത്, അവന്റെ കാരുണ്യമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ കാരണം എന്നാരാണോ പറഞ്ഞത്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിലുള്ള വിശ്വാസം അവർ ഉറപ്പിച്ചിരിക്കുന്നു, കൗകബുകളെ നക്ഷത്രങ്ങളെ അവർ നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ അമ്മാമൻ ഖാല ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന നാറ്റുവേല കാരണത്താൽ, ഇന്നാലിന്ന നക്ഷത്രത്തിന്റെ കാരണത്താൽ ആണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫദാലിക കാഫിറുൻ ബി വമുഅ്മിനുൻ ബിൽ കൗകബ്, അവൻ എന്നെ നിഷേധിച്ചവനാണ്, അവൻ കൗകബുകളിലാണ്, നക്ഷത്രങ്ങളിലാണ് വിശ്വസിച്ചത് എന്ന് റബ്ബ് പറഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ മഴ വർഷിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവാണ് മഴ വർഷിക്കുന്നത്, മഴ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. യാദൃച്ഛികമായി പെയ്യുന്നതല്ല ഒരു തുള്ളി വെള്ളം പോലും. ഇത് കൃത്യമായി വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ടതാണ്. യാദൃച്ഛികമായി ധാരാളം മഴ ഇങ്ങനെ വർഷിക്കുകയില്ല. മഴ അധികരിച്ചാലും കുറഞ്ഞാലും കൂടിയാലും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, എത്രയോ കോടിക്കണക്കിന് വൃക്ഷങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. ഒരു വൃക്ഷം പോലും അതിൻ്റെ ഒരു ഇല പോലും പൊഴിയുന്നില്ല, ഒരു ഇല നിലത്തേക്ക് വീഴുന്നില്ല. ഇല്ലാ യഅലമുഹാ, അത് അള്ളാഹു പറഞ്ഞിട്ടല്ലാതെ. അപ്പോൾ ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണത്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ, ഭൂമിയുടെ ഗർത്തങ്ങളിൽ, ആഴങ്ങളിൽ, ഇരുളുകളിൽ ഒരു ധാന്യമണി പോലുമില്ല.
വലാ റത്ബിൻ വലാ യാബിസ്, അത് പച്ചയായതാകട്ടെ അതല്ല ഉണങ്ങിപ്പോയ ഏതെങ്കിലും ധാന്യമാകട്ടെ, ഇല്ലാ ഫി കിതാബി മുബീൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അപ്പോൾ ഒരു തുള്ളി മഴ വർഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, യാദൃച്ഛികമായി പെയ്യുന്നതല്ല. അത് മുഖേന ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴയുമായി വിശ്വാസി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മഴ വർഷിക്കുന്നത് എന്ന് വിശ്വസിക്കണം. മൂന്നാമതായി കാണാം, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഴ വർഷിക്കുമ്പോൾ ചിലപ്പോൾ ഇടിനാദങ്ങൾ, ഇടിമിന്നലുകൾ ഉണ്ടായേക്കാം. ഈ സമയത്ത് അതിന്റെ നാദം കേൾക്കുമ്പോൾ ഇദാ സമിഅ അർ-റഅദ തറക്കൽ ഹദീസ്, ഇടി മിന്നുന്നത് ഉണ്ടായാൽ അല്ലെങ്കിൽ ഇടിയുടെ നാദം കേട്ടാൽ സംസാരങ്ങളെല്ലാം ഉപേക്ഷിക്കും. ഏതെങ്കിലും വർത്തമാനങ്ങളിലാണെങ്കിൽ അത് നിർത്തിവെക്കും. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. മലായികത്തും അതേപോലെ തന്നെ ഇടിനാദങ്ങളുമെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോടുള്ള ഭയത്താൽ. മലായികത്തിന് അള്ളാഹുവിനോടുള്ള ഭയം വിശദീകരിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അതിയായി ഭയക്കുന്നവരാണ് ആര്? മലായികത്ത്. മലായികത്തുകളും അതേപോലെ തന്നെ ഇടിനാദങ്ങൾ വരെയും അവർ തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് അവർക്ക് പേടിയാണ് എന്ന് ഉള്ള ഈ ആയത്തിനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. എന്നിട്ട് പറയും, ഇന്ന ഹാദാ ലവഈദുൻ ശദീദുൻ ലിഅഹ്ലിൽ അർദ്, ഭൂനിവാസികൾക്ക് ഇത് കഠിനമായ ഒരു താക്കീത് നൽകുന്നതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അപ്പോൾ മഴ വർഷിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ആളുകൾക്ക് തീരെ വെള്ളം കൊണ്ട് പ്രയാസം ലഭിക്കാത്ത ആളുകൾ, അവർക്ക് സന്തോഷമുണ്ടാകും. അതിനോട് കൂടെ തന്നെ അതൊരു മുന്നറിയിപ്പാണ് എന്ന് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദിക്ർ, ഈ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമായിരുന്നു. മഴ ധാരാളമായി ലഭിച്ചാൽ, അങ്ങനെ നിരന്തരം മഴ പെയ്യുമ്പോൾ പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വളരെ നിർഭയമായി സന്തുലിതമായ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്നവരാണ് നാം. പക്ഷേ അടുത്ത കാലങ്ങളിൽ മഴ മുഖേന വലിയ ദുരിതങ്ങൾ പലപ്പോഴും നാം കാണുന്നുണ്ട്. ധാരാളം നാശനഷ്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മഴ അധികരിക്കുന്നതായി കണ്ടാൽ, പേടി തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ വന്ന് മഴയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ധാരാളം മഴ ലഭിച്ചു, വലിയ രീതിയിൽ മഴ ലഭിച്ചു. അടുത്തയാഴ്ച മഴ അധികമായി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു. അപ്പം നബി പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ മഴ വർഷിക്ക്. ഞങ്ങളുടെ മേൽ വർഷിച്ച മഴ ഞങ്ങൾക്ക് മതിയായതാണ്, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക്. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ഷജർ, അല്ലാഹുവേ കുന്നുകളിൽ, മലമ്പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മലഞ്ചെരുവുകളിൽ, കാടുകളിൽ, അവിടെയെല്ലാം മഴ പെയ്യിപ്പിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ധാരാളം സന്ദർഭങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, അള്ളാഹു ഉത്തരം നൽകും. അതിന് പ്രത്യേക ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അതേപോലെ പഠിപ്പിക്കപ്പെട്ട ഒരു സമയമാണ് മഴ വർഷിക്കുന്ന സമയം. ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആളുകളും ധാരാളം ആവശ്യക്കാരാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ, മനുഷ്യരെ ഫുഖറാക്കൾ എന്നാണ് പഠിപ്പിച്ചത്. ആവശ്യക്കാരാണ് എല്ലാവരും, ആവശ്യമില്ലാത്ത ആരുമില്ല. അള്ളാഹുവാണ് ഗനിയ്, ധന്യനായവൻ അള്ളാഹുവാണ്. ബാക്കിയെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്.
ഓരോ ആളുകൾക്കും ആവശ്യമുണ്ടാകും. സാമൂഹികമായി മൊത്തത്തിൽ നമുക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. ഓരോ നാടുകളിൽ ഉണ്ട്, ഓരോ കുടുംബങ്ങളിലുണ്ട്, ഓരോ വ്യക്തികൾക്ക് ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ പറയും പഠിക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ പറയും പഠിക്കാൻ സാധിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. അതല്ലെങ്കിൽ കച്ചവടം ധാരാളം പരീക്ഷിച്ചു നോക്കി, പലപ്പോഴും പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പരാജയങ്ങളാണ്. ചിലർ പറയും ചില തിന്മകൾ, ആ തിന്മകൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. എത്ര പരിശ്രമിച്ചാലും തൗബ ചെയ്താലും വീണ്ടും ആ തിന്മകളിൽ പെട്ടുപോവുകയാണ്. ഓരോ ആളുകൾക്കും വ്യക്തിപരമായി ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. എന്താണോ പ്രശ്നം അള്ളാഹുവിനോട് ചോദിക്കുക. ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് പരിഹാരം കാണേണ്ടതുണ്ട്. ഇവിടെ മഴ ഉള്ള സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞു ഉത്ലുബു ഇജാബത്ത ദുആ, ദുആക്കുള്ള ഉത്തരം നിങ്ങൾ തേടിക്കൊള്ളുക. ഇൻദൽ സിഖാഇൽ ജുയൂഷ്, പരസ്പരം സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ, ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ശത്രു സൈന്യത്തെ കണ്ടാൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു കൊള്ളുക, അള്ളാഹു ഉത്തരം നൽകും. വ ഇഖാമത്തി സ്വലാ, നമസ്കാര വേളകളിൽ സുജൂദിൽ കിടക്കുമ്പോഴും മറ്റുമെല്ലാം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. അതുപോലെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സന്ദർഭങ്ങളിലെല്ലാം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വനുസൂലിൽ മത്തർ, മഴ വർഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടിക്കൊള്ളുക. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും മഴ വർഷിക്കുന്ന സമയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫضലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, നാം ഉപയോഗപ്പെടുത്തേണ്ട ഒരു അനുഗ്രഹമാണ്. മഴ വർഷിക്കുമ്പോൾ ദുആ ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്. പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ട്, അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യാം, ചോദിക്കാമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വളരെ നിരന്തരമായ ദീർഘമായ മഴ പെയ്യുകയാണ്. വഴികൾ ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വസ്ത്രങ്ങൾ നനയുന്ന രീതിയിൽ നല്ല രീതിയിൽ മഴ വർഷിക്കുന്നുണ്ട്. അങ്ങനെ വർഷിക്കുകയാണ്. ഒരാൾ ദുഹർ നമസ്കരിക്കാൻ ആരംഭിക്കുമ്പോൾ മഴയാണ് ഇമാമിന്. അങ്ങനെ നമസ്കാര വേളയിലും നമസ്കാരം കഴിയുമ്പോഴുമെല്ലാം മഴ നിലനിൽക്കുകയാണ് എങ്കിൽ അവിടെ ഇമാമിന് ഒരു ഇളവുണ്ട്. ഇമാമായി നമസ്കരിക്കുന്നയാൾ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം അസ്ർ നമസ്കാരത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദുഹറിന്റെ കൂടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ജംഅ ചെയ്യാൻ ശറഇൽ ഒരു ഇളവുണ്ട്. അപ്പോൾ ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ജംഅാക്കി നമസ്കരിക്കാം. അസ്റിന് എന്ത് ചെയ്യാം, ദുഹറിലേക്ക്, മഗ്രിബ്, ഇശാ മഗ്രിബിലേക്ക് തുടരെ നിരന്തരം നീണ്ടു നിൽക്കുന്ന മഴയാണ് എങ്കിൽ അങ്ങനെ ഒരു ഇളവ് ശറ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. മറ്റൊരു പ്രത്യേക കാര്യം, വെള്ളം സൂക്ഷിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും പല നാടുകളിലും വെള്ളം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പ്രയാസം അനുഭവിക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും വെള്ളത്തിൻ്റെ വില നാം തിരിച്ചറിയുക. ഒരു പൊതുവായൊരു നിയമമുണ്ട്, കായികയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. നിങ്ങളുടെ ക്ഷേമകാലത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക, എന്നാൽ ക്ഷാമകാലത്ത് അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കും. അതുകൊണ്ട് വെള്ളം ധാരാളമായി നമുക്ക് ലഭിക്കുന്ന സമയത്ത് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. മാത്രമല്ല വെള്ളം ഉപയോഗിക്കേണ്ടത് മാന്യമായിട്ടായിരിക്കണം, മിതമായി കൊണ്ടായിരിക്കണം. അത് ഇസ്രാഫ് ചെയ്യുക എന്നുള്ളത്, അമിതവ്യയം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വെള്ളം ധാരാളം കിട്ടുന്ന സമയത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ക്ഷാമം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, നമ്മെ സഹായിക്കും. അതും മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മഴ വർഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അത് നിഅമത്തായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അനുഗ്രഹമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനെ നിഖ്മത്തായി കൊണ്ട്, അള്ളാഹുവിൻ്റെ അദാബായി, ശിക്ഷയായി കൊണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മനസ്സ് മഴ ഉള്ള സമയങ്ങളിൽ പ്രതീക്ഷയും ഭയവും ഉള്ളതായിരിക്കണം, റജാവും ഖൗഫുമുള്ള ഹൃദയമായിരിക്കണം. മഴ നമുക്ക് അനിവാര്യമാണ്,
അതുകൊണ്ട് അതിൽ ഉള്ള നന്മകൾ ലഭിക്കാനുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതേപോലെ തന്നെ പേടിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസഫത്തിർ റീഹ്, കാറ്റടിച്ചു വീശുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബി. അല്ലാഹുവേ, ഈ കാറ്റ്, അതിലുള്ള നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതിന്റെ നന്മയെ, അതിലുള്ള നന്മയെ, അത് ഏതൊരു നന്മയുമായി കൊണ്ടാണോ അയക്കപ്പെട്ടത് അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബി. അതിന്റെ ഷർറിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതിലുള്ളതായ നാശങ്ങളെ തൊട്ട്, അത് ഏതൊരു നാശവുമായിട്ടാണോ വരുന്നത് ആ നാശത്തെ തൊട്ടും അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കാറ്റ് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മുഖേന നന്മ വരാൻ അള്ളാഹുവിനോട് ചോദിക്കും. അതിൽ നിന്ന് തിന്മ ബാധിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഇദാ തഖയ്യലത്തിസ് സമാഉ തഗയ്യറ ലൗനുഹു. അങ്ങനെ കാറ്റ് വന്നു, ആകാശം മേഘം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ തഗയ്യറ ലൗനുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകുമായിരുന്നു. വഖറജ വദഖല വഅഖ്ബല വഅദ്ബർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, അകത്തേക്ക് പ്രവേശിക്കും, മുന്നോട്ട് പോകും, പിന്നോട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പരിഭ്രമിക്കുമായിരുന്നു കാർമേഘം ഇങ്ങനെ ഇരുണ്ടുകൂടി വരുമ്പോൾ. അങ്ങനെ ഫഇദാ മത്റത് സുരിയാൻ, മഴ വർഷിച്ചു കഴിഞ്ഞാൽ നബിയുടെ ആ പ്രയാസം നീങ്ങും. ഫഅറഫ്തു ദാലിക ഫീ വജ്ഹിഹി, അതെനിക്ക് നബിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, മഴ വരുമ്പോൾ സാധാരണ ആളുകൾക്ക് സന്തോഷമാണല്ലോ, എന്താണ് താങ്കളുടെ മുഖത്ത് ഇങ്ങനെ ഒരു പരിഭ്രമം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ആയിഷ ലഅല്ലഹു കമാ ഖാല ഖൗമു ആദിൻ. ഇതൊരു പക്ഷേ ആദ് സമൂഹം പറഞ്ഞതുപോലെയായിരിക്കാം. ആദ് സമൂഹത്തോട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ച് തള്ളി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഹൂദ് അലൈഹിസ്സലാമിനോട് അവർ വെല്ലുവിളിച്ചു, എന്നാ പിന്നെ നിങ്ങൾ ആ ശിക്ഷ ഒന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ അയച്ചു. ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുനാ. അവരുടെ താഴ്വരയിലേക്ക് മേഘം ഇങ്ങനെ ഇരച്ചു പോയുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞത്, ഇതാ ഞങ്ങൾക്ക് മഴ വർഷിക്കാൻ പോവുകയാണ്, വെള്ളം ലഭിക്കാൻ പോവുകയാണ് എന്നവർ പറഞ്ഞു. എന്നാൽ ബൽ ഹുവ മസ്തഅജൽതും ബി റീഹും ഫീഹാ അദാബുൻ അലീം. ഇത് അവർ ധൃതി കൂട്ടിയിരുന്ന ആ ശിക്ഷയുണ്ടല്ലോ, അതാണ് ഒരു വെല്ലുവിളിച്ചല്ലോ, എന്നാൽ പിന്നെ ആ ശിക്ഷ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞല്ലോ, ആ ശിക്ഷയാണ് അവരിലേക്ക് വന്നത്. കഠിനമായ കാറ്റിൽ അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരുപക്ഷെ ശിക്ഷയായിരിക്കാം ഈ വരുന്നത് എന്ന് പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭ്രമിച്ചത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഴ ശിക്ഷയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലുള്ള ശിക്ഷകൾ വരുന്നത് സമൂഹത്തിൽ വ്യാപകമായി പരസ്യമായി തിന്മകൾ വർദ്ധിക്കുമ്പോഴാണ്. വ്യാപകമായ തിന്മകൾ സമൂഹത്തിൽ പരസ്യമായി നടക്കുന്നുവോ, അതിനെ ആരും തടയിടാൻ ശ്രമിക്കുന്നില്ലയോ, അവിടെ ശിക്ഷകൾ ഇറങ്ങും. അള്ളാഹുവിൻ്റെ ശിക്ഷകൾ അവിടെ ഇറങ്ങും. അതിന് തടസ്സമാകണമെങ്കിൽ, പ്രതിരോധിക്കണമെങ്കിൽ തിന്മകൾക്കെതിരെ പ്രചരണം നടത്തേണ്ടതുണ്ട്, ആളുകൾ ഉപദേശിക്കേണ്ടതുണ്ട്, മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കേണ്ടതുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. തിന്മകൾക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതേപോലെ തന്നെ പരസ്യമായ തിന്മകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. പരസ്യമായ തിന്മ സമൂഹത്തിൽ നടമാടുന്നു, ആരൊന്നും മിണ്ടുന്നില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓരോ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി സമൂഹത്തിലുണ്ട്. അവന്റെ സ്വാതന്ത്ര്യമല്ലേ, അവനത് ചെയ്തോളട്ടെ, നിനക്കെന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിക പ്രബോധകർ വരെയും മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പരസ്യമായ തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതല്ല എങ്കിൽ വലിയ ശിക്ഷകൾ വന്നു ഭവിക്കുന്നതാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ. അള്ളാഹുവേ, ഞങ്ങളിലുള്ള
രോഗികൾക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.